വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി ഇടുക്കിയിലെ സ്വതന്ത്ര കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്. ജനങ്ങളെ വേട്ടയാടുന്നവരെ തുറന്നുകാട്ടും. ഇടതുപക്ഷത്തിന്റെ നിലപാട് തിരുത്തണം. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ലെന്നും പുതിയ ഭൂനിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം UDF നിലപാടാണെന്ന് വ്യക്തമാക്കണമെന്നും ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ജനറൽ കൺവീനർ റസാഖ് ചൂരവേലിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഈ തെരഞ്ഞെടുപ്പിൽ ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് എടുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കും? ഒരു കക്ഷിയോടൊപ്പം ചേർന്നുകൊണ്ടുള്ള നിലപാട് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഉണ്ടാവില്ല. പക്ഷേ ഈ ജനതയെ നിരന്തരം വേട്ടക്കിരയാക്കുന്നവരെ സംബന്ധിച്ച് വ്യക്തമായ നിലപാട് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കും. അതിൻ്റെ ഒരു പ്രതിഫലനം ഇലക്ഷനിലുണ്ടാകും. ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത് സ്വതന്ത്രമായി പട്ടയഭൂമി കർഷകന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിയമ ഭേദഗതി UDF അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരും. അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പമായിരിക്കുമോ ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്? ഇതുവരെ UDF എടുത്ത നിലപാടുകൾ തൃപ്തികരമല്ല. പ്രതിപക്ഷ നേതാവ് അടിമാലി പ്രഖ്യാപിച്ച നിലപാടിനോട് ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സ്റ്റേറ്റ് ലെവൽ UDF നിലപാടാണോ? അത് അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. അത് ഞങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള നിലപാടുകൾ സംബന്ധിച്ച് എങ്ങനെ വരുന്നു എന്നത് കണ്ടാണ് പുതിയ നിലപാട് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും CPM-നൊപ്പം നിന്നുകൊണ്ട് ഈ നിലപാടിന് എന്തായാലും എതിരാണ് എന്നാണ് നിങ്ങൾ പറയുന്നതും ഈ നിയമ ഭേദഗതിയെ അംഗീകരിക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ CPM-നും ഇടതുപക്ഷത്തിനുമൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കില്ല. ഈ ജനതയോട് കാണിച്ച ഗുരുതര പിഴവുകൾ തിരുത്താതെ ഇടതുപക്ഷത്തെ ഇനിയും ഇടുക്കി ജനത സ്വീകരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഒരു കാരണവശാലും ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉദിക്കുന്നില്ല. ഈ ആദ്യഘട്ടം മുതലേ ഇടതുപക്ഷം CPM അടക്കം ഉന്നയിച്ചിരുന്നു ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഇല്ലെങ്കിൽ അതിജീവന പോരാട്ടവിധി കോൺഗ്രസിന്റെ ഒരു B ടീമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ശരിയാണെന്ന് വരില്ലേ? ഒരിക്കലുമില്ല. ഈ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ചർച്ചയിൽ ഞങ്ങൾ അതിരൂക്ഷമായ വിമർശനമാണ് അവർക്കെതിരെ ഉന്നയിച്ചത്. ആ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഒരു തിരുത്തലിന് ആദ്യമായിട്ട് തയ്യാറായത്. ഞങ്ങളെ സംബന്ധിച്ച് ഇടുക്കി ജനതയുടെ രക്ഷ മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അല്ലാതെ ഒരാളുടെയും B ടീമായിരിക്കാൻ ഞങ്ങളെ കിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇനിയും മര്യാദാപൂർവ്വം വന്നില്ലെങ്കിൽ ഞങ്ങളുടെ B ടീമായി ഈ കക്ഷികൾക്ക് ഇരിക്കേണ്ടി വരുന്ന കാലം അത്ര വിദൂരമല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ കക്ഷികൾക്കുണ്ടായിട്ടുള്ള വീഴ്ചകളും ഇവരുടെ നിലപാടുകളിൽ വന്ന വൈകല്യങ്ങളെല്ലാം തുറന്നു കാട്ടുക തന്നെ ചെയ്യും. ഇടതുപക്ഷം ഈ നിലപാടുകൾ തിരുത്താതെ ഇടതുപക്ഷത്തിനൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഉണ്ടാകില്ല. അതേ ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും അനുകൂലമായ ഒരു തീരുമാനത്തിലാണ് പോകുന്നത് എങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുവാൻ മടിയില്ല എന്ന തരത്തിലാണ് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.